ഏഞ്ചൽ ബിൻഡ ബെഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു പലാസ പാൻ്റാണ്. എവിടെയെങ്കിലും ഞുറിവിടാതെ നേരെ താഴോട്ട് ഇടുന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് പോകും. ഇതാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് പാൻറ് തയ്ച്ചെന്ന് പറഞ്ഞാലും ഞാൻ തൻ്റെ ഒരു കഷ്ണം ഇതേ പിടിപ്പിക്കും. 16 ഇഞ്ച് താഴ്ചയിൽ നമ്മൾ 2 കാലും കൂടെ വരുന്ന ഭാഗത്തായിട്ട് ഞാനിത് പിടിപ്പിക്കും. അതായത് ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം ഇവിടം വരെ നമ്മൾ 16 ഇഞ്ച് ഇറക്കമാണ് എടുത്തിരിക്കുന്നത്. ഈ 16 ഇഞ്ച് ഇറക്കത്തിന്റെ ഇത് കാലിൽ തമ്മിൽ കൂട്ടി ഈ കാലിന്റെ 2 സൈഡും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇവിടെ ഈ കഷ്ണം ഞാൻ പിടിപ്പിച്ചിട്ട് വരാം. ഇത് ചതുരത്തിലുള്ള ഒരു തുണിയാണ് ഈ എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം തുണി, അത് 4 ഭാഗം ഒരുപോലെ ആയിരിക്കണം. അപ്പൊ ഈ കഷ്ണം തുണി നമ്മൾ ഇവിടെ പിടിപ്പിച്ച് ഈ ഒരു കാലെ പിടിപ്പിച്ചു. ഇനി അടുത്ത കാലൂടെ നമ്മൾ ഇതേ ജോയിന്റ് ചെയ്യാം. ഈ ഒരു കഷ്ണത്തെ വേണം അടുത്ത കാല് നമ്മൾ പിടിപ്പിക്കാനായിട്ട്. മറ്റേ കാലെടുത്ത് ഇവിടെ വെച്ചിട്ട് അതിന്റെ പോയിന്റിന്റെ അവിടെ നമ്മൾ ഇതിന്റെ ഈ ഭാഗം, ഈ മൂല ഇതെ പിടിപ്പിക്കുക. എന്നിട്ട് അടിക്കാം. അപ്പൊ ഇതാണ് ഞാനിപ്പോ തയ്ച്ച പലാസ പാന്റ്. ഇതാണ്ടേ ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ഒരു കഷ്ണം പിടിപ്പിക്കുന്നത്. അത് ഏത് പാന്റ് തയ്ച്ചാലും ഞാൻ ഇങ്ങനെ ഒരു കഷ്ണം പിടിപ്പിച്ചു കൊടുക്കും. കണ്ടോ, ഇതാണ് സമചതുരത്തിലെ ഒരു കഷ്ണമാണ് ഞാൻ ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. അതായത് 16 ഇഞ്ച് താഴ്ചയിൽ നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ 16 ഇഞ്ച് എടുക്കും. ആ 16 ഇഞ്ചിന്റെ പോയിന്റിന്റെ അവിടാണ് നമ്മൾ ഇത് പിടിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ തയ്ച്ച പലാസ പാന്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിപ്പിക്കുമ്പോഴത്തേക്ക് നല്ല ലൂസ് കിട്ടും. നല്ല ലൂസ് ഈ ഭാഗത്ത് കിട്ടുകയും ചെയ്യും. ഈ കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ എളുപ്പം പൊട്ടിപ്പോകും. ഇങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ലൂസ് ഇടുന്നത്. അങ്ങനെ ഈ പൊട്ടിപ്പോകാതിരിക്കാനുള്ള ഉപകാരം ഇതുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മള് ഇത്രയും ലൂസിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇതാണ് പലാസ പാൻറ്. അധികം വലിയ ലൂസില്ല, അതിനും കുറച്ച് കണ്ടമാനം ലൂസ് ഇട്ടിട്ടില്ല ഇതിന്. അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.